ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 9-ാം വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം. നാം ചിന്തിച്ചു വരുന്ന വിഷയം ഭയപ്പെടേണ്ട എന്നുള്ളതാണ്. ഭയം മാറ്റുന്നു. യേശുക്രിസ്തു ഭയം മാറ്റുന്നു. യേശുക്രിസ്തു സമാധാനം തരുന്നു. യേശുക്രിസ്തു സന്തോഷം തരുന്നു. യേശുക്രിസ്തു ധൈര്യം തരുന്നു. യേശുക്രിസ്തു പ്രാഗൽഭ്യം തരുന്നു. യേശുക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ശാന്തിയും സന്തോഷവും സമാധാനവും അനുഗ്രഹവും നിർബടിയായി പകർന്നു നമ്മെ നയിക്കുന്നു. യേശുക്രിസ്തു ഒരു സജീവ യാഥാർത്ഥ്യമാണ്. യേശുക്രിസ്തു ജീവിക്കുന്നു. നാം ഓരോരുത്തരും ഇപ്പോൾ ഈ ഭൂമിയിൽ ജീവനോടിരുന്നത് കേൾക്കുന്നത് പോലെ നമ്മുടെ അരികത്ത് യേശുക്രിസ്തു നിൽക്കുന്നു. ക്രിസ്തു ജീവിക്കുന്നു. അതൊരു യാഥാർത്ഥ്യമാണ്. യേശുക്രിസ്തു പറയുന്നു, യോശുവ 1:9, നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടുകൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കുക. ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ. ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ. ഭയപ്പെടരുത്, ഭയപ്പെടരുത്. കാരണം എന്താണ് ഭയപ്പെടാതിരിക്കാൻ കാരണം? നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടുകൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. 600,000 പേരായി പുറപ്പെട്ട ഒരു വലിയ സമൂഹം. എന്തൊരു വലിയ ജനസമൂഹമാണ്! 6 ലക്ഷം പേരെന്ന് പറഞ്ഞാൽ നിസ്സാരമാണോ? വേദശാസ്ത്രജ്ഞന്മാരുടെ കണക്കനുസരിച്ച് അത് 20 ലക്ഷത്തിലേറെ ഉണ്ടായിരിക്കുമെന്നാണ്. കാരണം 6 ലക്ഷം പുരുഷന്മാരുണ്ടെങ്കിൽ, പ്രായപൂർത്തിയായ പുരുഷന്മാർ 6 ലക്ഷം പേരുണ്ടെങ്കിൽ ഏതാണ്ട് 6 ലക്ഷം സ്ത്രീകളുണ്ടായിരിക്കാം, 12 ഏതാണ്ട് ഒരു 8 ലക്ഷത്തോളം കുഞ്ഞുങ്ങളുണ്ടായിരിക്കാം. 20 ലക്ഷത്തോളം ജനം. ചെറുതാണോ? ഈ വലിയ കൂട്ടമൊക്കെയും ഇങ്ങനെ നീങ്ങുകയാണ് സീനായി മരുഭൂമിയിൽ കൂടി. അങ്ങ് ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട ജനം ചെങ്കടൽ കടന്ന് ഒരു ജനസമൂഹമായി അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ജനത്തെ സ്വർഗത്തിലെ ദൈവമാണ് പുറപ്പെടുവിച്ചത്. ഈ ജനത്തെ ജീവനുള്ള ദൈവത്തിൻ്റെ പ്രവാചകനായ മോശയുടെ കരങ്ങളിൽ കൂടിയാണ് ദൈവം പ്രവർത്തിച്ച് അവരെ പുറപ്പെടുവിച്ചത്. മോശയെ ദൈവം മുൻനിർത്തി മോശയെ തൻ്റെ വേല ഫലമേൽപ്പിച്ച് മോശയിൽ കൂടി ജനത്തെ നയിച്ചുകൊണ്ട് പോവുകയായിരുന്നു. അന്നെല്ലാം മോശയ്ക്ക് സഹായിയായി അഹരോനുണ്ടായിരുന്നു. എന്നാൽ പിന്നിൽ നിന്ന് മോശയ്ക്ക് സഹായം കൊടുത്തുകൊണ്ട് യോശുവ ഉണ്ടായിരുന്നു. വേറെ ആൾ കൂടി ഉണ്ടായിരുന്നു, കാലേബ്. മരുഭൂമിയിൽ കൂടി 40 വർഷമാണ് അവർ സഞ്ചരിച്ചത്. എന്ത് ഭാരമേറിയ ജീവിതമായിരുന്നു! മരുപ്പറമ്പിലെ ഉഷ്ണക്കാറ്റുകളേറ്റ് വാടിത്തളർന്ന ജീവിതം, മണലാരണ്യത്തിലെ ചൂടിൻ്റെ ഊഷ്മളത കൊണ്ട് കരിഞ്ഞുണങ്ങിയ ജീവിതം, വെള്ളമില്ലാതെ വരണ്ടുണങ്ങിയ മരുഭൂമിയിൽ കൂടി ദാഹാർത്തരായി നടന്ന ജീവിതം, ഭക്ഷണം എവിടെയെന്ന് ചോദിച്ച് വീർപ്പുമുട്ടുന്ന ജനത്തിൻ്റെ പരാതി കേട്ട് മോശ അമ്പരപ്പിലായ ജീവിതം, ഏത് വിധത്തിലും തകർന്നും തളർന്നും പോകാവുന്നൊരു സാഹചര്യം. പകൽ അവർക്ക് മേഘം തണൽ വിരിച്ചു, രാത്രി അവർക്ക് അഗ്നിസ്തംഭം പ്രകാശം കൊടുത്തു. ദൈവം തക്ക സമയത്തെല്ലാം കൊടുത്തുകൊണ്ടിരുന്നു. ശരിയാണ്. അവർക്ക് പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ചു കൊടുത്തു, മാറയിലെ കയ്പ് വെള്ളം മധുരമാക്കി കൊടുത്തു. അഗ്നിസർപ്പം കടിച്ചപ്പോൾ അതിന് പരിഹാരമായി ഒരു താമ്രസർപ്പത്തെ ഉയർത്തി അതിലേക്ക് നോക്കുവാൻ ദൈവം പറഞ്ഞു. താമ്രസർപ്പത്തിൽ വിശ്വാസത്തോടെ നോക്കിയവരെല്ലാം രക്ഷപ്പെട്ടു. ജനം പ്രയാസപ്പെടുകയും ഭാരപ്പെടുകയും ചെയ്തപ്പോഴൊക്കെയും ദൈവം തക്ക സമയത്ത് അവരെ സഹായിച്ചു. അവർക്ക് വിശിഷ്ട ഭക്ഷണം വേണമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് കാടപ്പക്ഷിയെ വരുത്തി കൊടുത്തു. ദൈവം അവരെ നടത്തിക്കൊണ്ടിരുന്നു. അത്ഭുതകരമായൊരു നടത്തിപ്പ്. ദൈവത്തിന് സ്തോത്രം. വാസ്തവത്തിൽ ഇന്ന് നമ്മെയും ദൈവം അതുപോലെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വരണ്ടുണങ്ങിയ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്നവർ അനേകരില്ലേ? വരണ്ടുണങ്ങിയ അനുഭവം, ഒരു നനവിൻ്റെ കിനിവില്ലാത്ത അനുഭവം ഇല്ലേ? പലരുടെയും ജീവിതം അങ്ങനെയാണ്. ഒരിറ്റ് നനവ്, ഒരിറ്റ് ആർദ്രത ഇല്ല. എല്ലാം വരണ്ടുണങ്ങിയിരിക്കുന്നു. എല്ലാം ശൂന്യതയാണ്. നാളെയിലേക്ക് നോക്കുമ്പോൾ വീർപ്പുമുട്ടുന്ന ശൂന്യത. എങ്ങനെ ജീവിക്കും? എങ്ങനെ നാളത്തെ ദിവസത്തെ ഞാൻ അഭിമുഖീകരിക്കും? എങ്ങനെ ഈ പ്രശ്നത്തെ ഞാൻ നേരിടും? അനേകരിന്ന് അങ്കലാപ്പിലാണ്, അനേകരിന്ന് ഭയപ്പാടിലാണ്.
അനേകർ പരിഭ്രാന്തരായിരിക്കുകയാണ്. അല്ലേ സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കൂ. ഇന്ന് ഈ വാക്കുകളൊക്കെ കേൾക്കുന്ന എത്രയോ പേര് മനസ്സ് നൊന്ത് വിങ്ങിയിരിക്കുന്നുണ്ട്, കുരുക്കിലാകപ്പെട്ടിരിക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഹൃദയത്തിലേറ്റ മുറിവ് ഉണങ്ങാതെ വിഷമിച്ചിരിക്കുന്നവരുണ്ട്. ഹൃദയത്തിൽ ചില മുറിവുകളേറ്റിരിക്കുന്നു. പുറമേയുള്ള മുറിവുകളൊന്നുമല്ല, പുറമേ ആരും കത്തി കൊണ്ടോ അല്ലെങ്കിൽ കഠാരി കൊണ്ടോ പോറിയ മുറിവുകളല്ല. എന്നാൽ ചില മുറിവുകൾ, മാറാത്ത മുറിവുകൾ, മാറാത്ത വ്രണങ്ങൾ. ഈ മുറിവുകൾ ഉണങ്ങുന്നില്ല, എന്ത് ചെയ്യും? നമ്മുടെ സ്വന്തം മക്കളെ ഏൽപ്പിച്ച മുറിവുകൾ ഹൃദയത്തിൽ കിടക്കുന്നവരുണ്ട്. സ്വന്തം മാതാപിതാക്കളെ ഏൽപ്പിച്ച മുറിവുകൾ ഹൃദയത്തിൽ മാഞ്ഞു പോകാത്തവരുണ്ട്. സ്വന്തം ഭാര്യ ഏൽപ്പിച്ച മുറിവുകൾ ഇപ്പോൾ ഉണങ്ങാതെ വിഷമിച്ച് കഴിയുന്നവരുണ്ട്. ഭർത്താവിൻ്റെ ക്രൂരമായ വാക്കുകളോ ക്രൂരമായ പെരുമാറ്റമോ കൊണ്ട് മുറിവ് പറ്റിപ്പോയവരുണ്ട്. ഉണങ്ങാത്ത മുറിവുകൾ. ദൈവത്തിന് സ്തോത്രം. ഈ ഉണങ്ങാത്ത മുറിവുകളെല്ലാം ഇന്ന് നമ്മുടെ ജീവിതത്തെ ഊഷരമാക്കിയിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ആർദ്രത നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. ജീവിതം പരുക്കനായി തീർന്നിരിക്കുകയാണ്. എന്ത് ജീവിതം? നാം അങ്ങനെ ചിന്തിക്കുന്നത്, എന്ത് ജീവിതം? എവിടെയുണ്ട് സമാധാനം? ഒരിടത്തുമില്ല. ജീവിതം വിരസമല്ലേ? ജീവിതത്തിൽ വിരക്തിയായി. എങ്ങനെയെങ്കിലും ജീവിച്ചങ്ങ് തീർക്കുക. അല്ലേ? നിങ്ങൾ പലരും അങ്ങനെയല്ലേ? ജീവിച്ചങ്ങ് തീർക്കുക. അതിനപ്പുറം ഒന്നും കാണുന്നില്ല. അപ്പുറം പ്രത്യാശയില്ല. എനിക്ക് നല്ല കാലം ഉണ്ടാകുന്നുള്ള ചിന്തയില്ല. എനിക്ക് നല്ല ഭാവി കിട്ടുമെന്നുള്ള പ്രതീക്ഷയില്ല. എല്ലാ ആശകളും അസ്തമിച്ചു. പ്രതീക്ഷകളെല്ലാം തകർന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ഒരു നാമമഹത്വപ്പെട്ട് 40 കൊല്ലത്തെ വരണ്ടുണങ്ങിയ ജീവിതം അവരുടേത്. അന്നെല്ലാം ആ ജനത്തിന് പ്രോത്സാഹനം കൊടുത്തുകൊണ്ട്, ദൈവത്തിൽ നിന്ന് അരുളപ്പാട് വാങ്ങി ജനത്തിന് പകർന്നു കൊടുത്തുകൊണ്ട് മോശ അവരെ നയിച്ചു. ദൈവത്തിന് സ്തോത്രം. തക്ക സമയത്ത് അരുളപ്പാടുകൾ വാങ്ങിക്കൊണ്ടിരുന്നു. തക്ക സമയത്ത് ദൈവം അരുളപ്പാടുകൾ കൊടുത്തുകൊണ്ടിരുന്നു. ദൈവികമായ അരുളപ്പാടുകളും വാഗ്ദാനങ്ങളും ജനത്തിന് ആവേശം പകർന്നുകൊണ്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം. നാം കൂടി വരുന്നതിനാണ്. വരണ്ടുണങ്ങിയ ജീവിതത്തിൽ ആവേശം പകരുന്ന അനുഗ്രഹത്തിൻ്റെ നറുമുത്തുകൾ നമ്മുടെ ഹൃദയത്തിൽ പാകിത്തരുന്നു, ദൈവം തൂകിത്തരുന്നു. ദൈവത്തിന് സ്തോത്രം. അല്ലേ? അതുകൊണ്ടല്ലേ നമ്മൾ ജീവിക്കുന്നത്? അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റുമോ? കഷ്ടപ്പാടല്ലേ ജീവിതം? തളർന്നതല്ലേ ജീവിതം? തകർന്നു പോയില്ലേ ജീവിതം? ഇരുളടഞ്ഞു പോയില്ലേ ഭാവി? എല്ലാം അസ്തമിച്ചു പോയില്ലേ? പ്രതീക്ഷകളെല്ലാം കരിഞ്ഞുണങ്ങിയില്ലേ? സ്വപ്നങ്ങൾ കരിഞ്ഞുണങ്ങി. ദൈവത്തിന് സ്തോത്രം. എന്നാൽ കേൾക്കൂ, ഈ മോശയല്ല നടത്തിയത് നിത്യനായ ദൈവമാണ്. നിത്യനായ ദൈവം തൻ്റെ ജനത്തെ നയിച്ചു കൊണ്ടുപോവുകയായിരുന്നു. നിത്യനായ ദൈവം തൻ്റെ ജനത്തെ അങ്ങ് പാലും തേനൊഴുന്ന കനാനിലേക്ക് നയിച്ചു കൊണ്ടുപോവുകയായിരുന്നു. പാലും തേനൊഴുന്ന കനാനെന്ന് മോശം പറഞ്ഞിട്ട് എവിടെ പോയി ആ പാലും തേനും? ജനം ചോദ്യം ചെയ്തു. ഞങ്ങളെ പാലും തേനും ഒഴുകുന്ന കനാനിലേക്ക് കൊണ്ടുപോകുന്നല്ലേ ഈ മോശം പറഞ്ഞത്? തന്നെ ഞങ്ങൾക്ക് എവിടെയുണ്ട് പാലും തേനും? ഞങ്ങളെ ഈ മരുഭൂമിയിലേക്കല്ലേ നടത്തിയത്? അവർ മോശയോട് പിറുപിറുത്തു. മോശയോടൊരു മത്സരിച്ചു. ജനത്തിന് ഒട്ടും പ്രതീക്ഷ ഇല്ലാത്ത രീതിയിൽ കാര്യങ്ങളെല്ലാം വഷളായി. അപ്പോഴും മോശ തളർന്നില്ല. അപ്പോഴും ദൈവസന്നിധിയിലേക്ക് മോശ കരമുയർത്തി ജനത്തിന് വേണ്ടി ഇടനില നിന്നു. ദൈവത്തിന് സ്തോത്രം. ജനത്തിന് വേണ്ടി കരഞ്ഞുകൊണ്ടിരുന്നു, പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾക്കാർക്കെങ്കിലും ആഗ്രഹമുണ്ടോ ഈ വിഷമിക്കുന്നവർക്ക് വേണ്ടി കരയാൻ, കരയുന്നവർക്ക് വേണ്ടി ഒന്ന് ഇടനിൽക്കാൻ? കർത്താവേ, ഞാൻ ഒരാൾ, എന്നാൽ എന്താവും? കർത്താവേ, എനിക്കൊണ്ടൊന്നും ആവില്ല, പക്ഷെ ഞാൻ ഒരാൾ, ഞാൻ നിന്നുകൊള്ളാം. കർത്താവേ, ഞാൻ ഒരാളൊരു വിശുദ്ധനായി നിന്നുകൊള്ളാം. ആരെല്ലാം തെറ്റിദ്ധരിച്ചാലും, ആരെല്ലാം പകച്ചാലും, ആരെല്ലാം വെറുത്താലും, ആരെല്ലാം അധിക്ഷേപിച്ചാലും, അതാ ഞാനൊരാൾ യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധനായി ഈ ഭൂമിയിൽ നിന്നുകൊള്ളാമെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എന്നാൽ നിങ്ങളിൽ നിന്നുകൊണ്ട് കർത്താവ് ഇനി അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. നിങ്ങളിൽ നിന്നുകൊണ്ട് കർത്താവ് ഭാവി കാലത്തേക്കുള്ള ശ്രേഷ്ഠമായ സ്വർഗീയമായ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മേൽ പകർന്നു തരും, നിങ്ങളുടെ മേൽ ചൊരിഞ്ഞു തരും. ദൈവത്തിന് സ്തോത്രം. മോശ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിന്നു. ഞാനൊരു സംഭവം ഒരു കവിതയുടെ ശീലുകളിൽ നിന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. സൂര്യഭഗവാൻ എല്ലാവരെയും കൂട്ടി വിളിച്ചു ചേർത്തു. എല്ലാ ജീവജാലങ്ങളും സൂര്യൻ്റെ അടുക്കൽ ഒഴിച്ചു കൂടി. സൂര്യൻ പറഞ്ഞു, കൂട്ടരെ, ഞാൻ വളരെ ക്ഷീണിച്ചു പോയല്ലോ. ഇനി കുറച്ച് നേരത്തേക്ക് നിങ്ങൾ ആരെങ്കിലും ഒന്ന് മുന്നോട്ട് വന്ന് എനിക്ക് ഒന്ന് വിശ്രമം തരാൻ, ഈ ഭൂമിയെ പ്രകാശിപ്പിക്കാൻ ആരെങ്കിലും സഹായിക്കാമോ?
ആർക്ക് സാധിക്കും? സൂര്യൻ ചെയ്യുന്ന വേല ചെയ്യാൻ ആർക്ക് സാധിക്കും? ആരും വന്നില്ല. സകല ജീവജാലങ്ങൾ ഒന്നിച്ച് കൂടിയിരിക്കുകയാണ്. പ്രകൃതിയിലെ ജീവജാലങ്ങളെല്ലാം വന്ന് കൂടിയപ്പോൾ സൂര്യൻ പിന്നെയും പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും ഒന്ന് മുന്നോട്ട് വരൂ, ഈ ഭൂമിയെ പ്രകാശമാനമാക്കൂ. ഞാൻ ഉടനെ വരാം, അധികം താമസിയാതെ ഞാൻ വരാം, ഞാൻ വന്നു ജോലി ഏറ്റെടുത്തുകൊള്ളാം, അതുവരെ കുറേ നേരത്തേക്ക്. ദൈവത്തിന് സ്തോത്രം. സൂര്യൻ്റെ ഈ അഭ്യർത്ഥന കേട്ട് കുറേ നേരം ജീവജാലങ്ങൾ മൗനമായി ഇരുന്നു എന്നാണ് കവിതയിലെ ഭാവന. ഒടുക്കം ഒരു മിന്നാവനങ്ങ് പറന്നു വന്നു. മിന്നാവനങ്ങ് വന്ന് കൂപ്പയ്യോട് പറഞ്ഞു, ഭഗവാനെ, എനിക്ക് അങ്ങേപ്പോലെ വെളിച്ചമുണ്ടാക്കാനുള്ള കഴിവില്ല. എനിക്കൊരു അല്പം വെളിച്ചമുണ്ട്, ഒരല്പം, ഒരിറ്റ് വെളിച്ചമുണ്ട്, ഒരു തുള്ളി വെളിച്ചം. അതുകൊണ്ട് ഞാൻ പറന്നു കിടക്കാം, ഒരു ചെറിയ ചുറ്റുവട്ടത്തിൽ ഞാൻ പറന്നു കിടക്കാം. എന്നെക്കൊണ്ടതല്ലേ പറ്റൂ. അപ്പോൾ ഈ രാത്രി മുഴുവനും ഞാൻ ആ ചെറിയ വെളിച്ചവുമായി ഞാൻ പറന്നു കിടക്കാം. ടാഗോറിൻ്റെ ഒരു ഭാവനാപരമായൊരു കവിതയാണത്. നല്ല ഭാവനാ സുരഭിലമായ കവിത. സ്നേഹിതരെ, നിങ്ങൾ വിശ്വസിക്കൂ, നിങ്ങൾക്കൊരു ചെറിയ വെളിച്ചം, ഒരല്പം വെളിച്ചം, ക്രിസ്തുവിൽ നീ വെളിച്ചം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾക്ക് പറന്ന് നടക്കാമോ? അത്ര വരുത്തും നമ്മളെക്കൊണ്ട് സാധിക്കില്ല. ഞാനങ്ങനെ ചിന്തിക്കുന്നത്. മഹാന്മാരായ പലർക്കും സാധിക്കുന്ന പോലെ നമുക്ക് സാധിക്കില്ല. പണ്ഡിതന്മാരായ പലർക്കും സാധിക്കുന്ന പോലെ നമുക്ക് സാധിക്കില്ല. ഭക്തന്മാരായ പലർക്കും സാധിക്കുന്ന പോലെ നമുക്ക് സാധിക്കില്ല. പക്ഷേ യേശുദമ്പുരാൻ ദാനമായി തന്ന ഒരിറ്റ് വെളിച്ചം, യേശുക്രിസ്തു നമ്മോട് കരുണ തോന്നി സൗജന്യമായി പകർന്നു തന്ന ഒരിറ്റ് വെളിച്ചം, ആ വെളിച്ചവുമായി നമുക്ക് പറന്നു നടക്കാൻ പറ്റുമോ? കർത്താവ്, ഉള്ള കാലം, നീ എനിക്ക് ആയുസ് തരുന്ന കാലം, നിനക്ക് വേണ്ടി നിൻ്റെ വെളിച്ചവും പേറി ഞാൻ നടന്നുകൊള്ളാം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, മോശ ദൈവത്തിൽ വിശ്വസ്തനായി നിന്നു. 120 വയസ്സായി മോശയ്ക്ക്. 120 വയസ്സ്. ആദ്യത്തെ 40 കൊല്ലം മിസ്രയീം കൊട്ടാരത്തിൽ, പിന്നത്തെ 40 കൊല്ലം അമ്മായിമ്മനായി ഇത്രോവിൻ്റെ ആടുകൾ നോക്കിക്കൊണ്ട് സീനായിമലയുടെ ചെരുവിൽ, പിന്നത്തെ 40 കൊല്ലം സീനായി മരുഭൂമിയിൽ കൂടി ജനത്തെ നടത്തിക്കൊണ്ട്. ഈ ഒടുവിലത്തെ 40 കൊല്ലം തീരാൻ പോവുക. 120 വയസ്സായി. ദൈവം പറഞ്ഞു, നിൻ്റെ ശുശ്രൂഷ അവസാനിക്കുകയാണ്, നിനക്ക് വിട പറയാം, നീ ഇതിൻ്റെ വേല നിർത്തി നിനക്ക് പിൻവാങ്ങാം. ദൈവത്തിന് സ്തോത്രം. നോക്കൂ, വളരെ മനോഹരമാണ് രംഗം. ആവർത്തന പുസ്തകം 33 അധ്യായം വായിക്കുമ്പോൾ നാം അങ്ങ് രോമാഞ്ചം കൊണ്ടുപോകും. നെബോ പർവ്വതത്തിൻ്റെ മുകളിലേക്ക്, പിസ്ഗായുടെ കൊടുമുടിയുടെ ഉയരങ്ങളിലേക്ക് മോശയെ കൂട്ടിക്കൊണ്ട് ദൈവം നടന്നുപോയി. നിത്യനായ ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതിൻ്റെ വിശുദ്ധനായ ദൈവദാസനെ കൂട്ടിക്കൊണ്ട് ദൈവം പിസ്ഗായുടെ മുകളിൽ കൂടി നടക്കുകയാണ്. നെബോ പർവ്വതത്തിൻ്റെ ഉയരങ്ങളിൽ കൂടി നടക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തോട് ചേർന്ന് മോശയും നടക്കുകയാണ്. മോശ പറഞ്ഞ, കർത്താവ്, എനിക്കൊരു ചെറിയ ആഗ്രഹം ഉണ്ടായിരുന്നു, ചെറിയൊരാഗ്രഹം. എനിക്ക് കനാനിൽ നിന്ന് കാല് കുത്തിയിട്ട്, പാലും തേനൊഴുകുന്ന കനാൻ ദേശത്തെ ഒന്ന് കാല് കുത്തിയിട്ട് കടന്നു പോയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. വേണ്ട, ആഗ്രഹം സാധിക്കുകയില്ല, ആഗ്രഹം സാധിക്കുകയില്ല. നിനക്ക് വേണമെങ്കിൽ ഈ നെബോയുടെ ഉയരത്തിൽ നിന്നുകൊണ്ട്, ഈ പർവ്വതത്തിൻ്റെ പിസ്ഗായുടെ ചെരുവിൽ നിന്നുകൊണ്ട് നിനക്ക് വേണമെങ്കിൽ യോർദാനപ്പുറമുള്ള കനാൻ നോക്കിക്കാണാം. സ്തോത്രം. നോക്കി കണ്ടുകൊള്ളൂ. വിശാലതയിലേക്ക് നോക്കി നിനക്ക് കാണാം. ക്രാന്തദർശിയായി നിനക്ക് നോക്കിക്കാണാം. അപ്പുറം നോക്കിക്കാണാം. നീ ആ നെബോയുടെ മലമുകളിൽ കയറി പിസ്ഗായുടെ ചെരുവിൽ നിന്നുകൊണ്ട് കനാൻ നീ ഒന്ന് എങ്ങി നോക്കി കാണുക. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം ബോധപ്പെടട്ടെ. സ്നേഹിതരെ, നമുക്കിന്ന് ഈ ഭൂമിയിലെ ജീവിതകാലത്ത് അക്കരയിലേക്ക് നോക്കി പലതും കാണാനുണ്ട്. നമുക്ക് വേണ്ടി ഒരുക്കുന്ന സ്വർഗീയ കൂടാരങ്ങൾ, നമുക്ക് വേണ്ടി ഒരുക്കുന്ന സ്വർഗീയ ഭവനങ്ങൾ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം സ്ഥലങ്ങളുണ്ട്, അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു, ഞാൻ നിങ്ങൾക്ക് ഭവനം പണിയാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ദൈവത്തിന് സ്തോത്രം. എങ്ങനെ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് നിങ്ങൾ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തു ഇരിക്കുന്നിടത്ത് ഈ പാവപ്പെട്ട നാം ഇരിക്കുകയോ? ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങൾ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഈ ഭൂമിയിൽ ഒരു വാടക വീട്ടിലായിരിക്കും കിടക്കുന്നത്, ഈ ഭൂമിയിൽ ഒരു ചെറ്റപ്പുരയിലായിരിക്കും കിടക്കുന്നത്, ഈ ഭൂമിയിൽ ചാണകമഴിയ തറയിലായിരിക്കും കിടക്കുന്നത്, ഈ ഭൂമിയിൽ കീറപ്പായിലായിരിക്കും കിടക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ ഭൂമിയിൽ സ്വന്തമായി അധികം സ്ഥലങ്ങളൊന്നും ഉണ്ടായിരിക്കുകയില്ല.
സ്വന്തമായ പാർപ്പിട സൗകര്യം ഉണ്ടായിരിക്കുകയില്ല. എന്നാൽ കർത്താവ് പറയുന്നു, മോളെ നിനക്ക് വേണ്ടി, മോനെ നിനക്ക് വേണ്ടി ഇതാ ഒരു ശാശ്വത ഭവനം ഒരുക്കുന്നുണ്ട്. ആരും ഇതുവരെയും കണ്ടിട്ടില്ലാത്ത, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തത്, ഒരു ചെവിയും കേട്ടിട്ടില്ലാത്തത്, ഒരു മനുഷ്യനെ നിരൂപിച്ചിട്ടില്ലാത്തതുമായ ഒരു സ്വർഗീയ വാസസ്ഥാനം നിനക്ക് വേണ്ടി ഞാൻ ഒരുക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഭവനം പണിയാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ദൈവത്തിന് സ്തോത്രം. വിശ്വസിക്കൂ, നമുക്ക് വേണ്ടി നമ്മുടെ നാഥൻ ഭവനം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വേണ്ടി കർത്താവായ യേശുക്രിസ്തു സ്വർഗീയ കൂടാരം പണിതുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമുക്ക് വറുതിയുണ്ട്, ഇന്ന് നമുക്ക് പട്ടിണിയുണ്ട്, ഇന്ന് നമുക്ക് പൈസയ്ക്ക് ഞെരുക്കമുണ്ട്, ഇന്ന് കടത്തിൻ്റെ ഭാരമുണ്ട്, കുടുംബത്തിലെ ക്ലേശങ്ങളുണ്ട്, മക്കളെക്കുറിച്ചുള്ള അവലാധിയുണ്ട്, ഭർത്താവിനെക്കുറിച്ചുള്ള പരാതികളുണ്ട്, ഭാര്യയെക്കുറിച്ചുള്ള പരിദേവനങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്, സ്നേഹിതരെ ഇന്ന് പല പല പ്രയാസങ്ങളുണ്ട്. എന്നാൽ നമുക്ക് വേണ്ടി സ്വർഗീയ കൂടാരം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു, സ്വർഗീയ ഭവനം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. കേൾക്കൂ, നിങ്ങൾ വിശ്വസിക്കൂ. നിങ്ങളിത് വ്യാമോഹിക്കേണ്ട കാര്യമല്ല ഈ പറയുന്നത്, മിഥ്യയായ കാര്യങ്ങളല്ല പറയുന്നത്. നിത്യനായ ദൈവത്തിൻ്റെ സ്വർഗീയ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന സ്വർഗീയ വചനങ്ങളുടെ വെളിച്ചത്തിലാണ് ഈ പറയുന്നത്. നിങ്ങൾ വിശ്വസിക്കൂ, നമുക്ക് വേണ്ടി ഒരു ഭവനം പണിതുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വറുതിയുണ്ട്, ഇന്ന് പട്ടിണിയുണ്ട്, ഇന്ന് ഞെരുക്കമുണ്ട്, ഇന്ന് കഷ്ടപ്പാടുണ്ട്. എന്നാൽ കഷ്ടതയില്ലാത്ത നാട്ടിൽ, രോഗമില്ലാത്ത നാട്ടിൽ, അംഗഭംഗമില്ലാത്ത നാട്ടിൽ, സ്നേഹം മാത്രം നിറയുന്ന നാട്ടിൽ, സന്തോഷവും സ്നേഹവും സുരഭിലമായി ഒഴുകുന്ന നാട്ടിൽ, ജീവനുള്ള ക്രിസ്തുവിൻ്റെ സന്നിധാനത്തിങ്കൽ അവൻ നമുക്ക് വേണ്ടി പണിയുന്ന ഭവനത്തിൽ അവൻ്റെ ഒപ്പം ഇരിക്കാനാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. വിശ്വസിക്കൂ, ഇത് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ആത്മാവിൽ കണ്ടാൽ പിസ്ഗായുടെ ചെരുവിൽ നിന്നുകൊണ്ട് അങ്ങ് ദൂരെ കനാൻ ദേശം കണ്ട മോശയെ പോലെ നിങ്ങൾക്ക് ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കും. നെബോയുടെ മുകളിൽ നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിച്ച ആ മോശയെ പോലെ നിങ്ങൾക്ക് ദൈവത്തെ വാഴ്ത്താൻ സാധിക്കും. നിങ്ങൾ നാളെയെ നോക്കി നിങ്ങൾ പുഞ്ചിരിയിടും. ദൈവത്തിന് സ്തോത്രം. നാളെയിലേക്ക് നോക്കിക്കൊണ്ട് നിങ്ങൾ പുഞ്ചിരി തൂകും. കാരണം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നതായ സ്വർഗീയ ഭവനം. ദൈവത്തിന് സ്തോത്രം. നല്ലൊരു കൂടാരം അവർക്ക് വേണ്ടി പണിയുന്നു. അത് സ്വർഗീയമായ ഭവനമാണ്. അതാരും കണ്ടിട്ടില്ല, ആരും കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തേറിയിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല, ആർക്കും തോന്നാൻ പോലും പറ്റാത്ത അത്യന്തം മനോഹരമായ ഒരു ഭവനം അവൻ നമുക്ക് വേണ്ടി പണിയുന്നു. പിതാക്കന്മാർ അതിനെക്കുറിച്ച് പാടി. ദൈവത്തിന് സ്തോത്രം. ഉന്നതമായ രാജ്യം, ശാശ്വതമായ ജീവിതം, നിർമ്മലർ മാത്രം ആർജിക്കുന്ന ആ സ്വർഗീയ സൗഭാഗ്യം പിതാക്കന്മാർ പാടിയത് അങ്ങനെയാണ്. ഉന്നതമായ രാജ്യം. നമുക്ക് ചേർന്ന് പാടാം. ഉന്നത രാജ്യമതും ശാശ്വത ജീവിതവും നിർമ്മല രാജ്യം സത്തമമശിഹാഭക്തന്മാർ ർഹിക്കുന്ന മഹാഭാഗ്യം. ദൈവത്തിന് സ്തോത്രം. മോശ കനാൻ നോക്കി കണ്ടു. നാം ആവർത്തന പുസ്തകം 34 അധ്യായത്തിലാണ് മോശയുടെ വിടവാങ്ങലിനെക്കുറിച്ച് നാം വായിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നാം ഇങ്ങനെ വായിക്കുന്നു. നമുക്ക് വായിക്കാം. ആവർത്തന പുസ്തകം 34 അധ്യായത്തിൻ്റെ 4 വാക്യം വായിക്കാം. അബ്രാഹാമിനോടും ഇസഹാക്കിനോടും യാക്കോവിനോടും ഞാൻ നിന്റെ സന്തതിക്ക് കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശം ഇതുതന്നെ. ഞാനത് നിന്റെ കണ്ണിന് കാണിച്ചു തന്നു, എന്നാൽ നീ അവിടേക്ക് കടന്നു പോകയില്ല എന്ന് യഹോവ അവനോട് കൽപ്പിച്ചു. ആ ദേശം നാം നോക്കി കണ്ടോളൂ, ഞാനത് നിനക്ക് കാണിച്ചു തന്നു, നീ അങ്ങോട്ട് കടന്നു പോകുകയില്ല. അങ്ങനെ യഹോവയുടെ ദാസനായ മോശെ യഹോവയുടെ വചനപ്രകാരം അവിടെ മോവാബ് ദേശത്ത് വെച്ച് മരിച്ചു. അവനെ മോവാബ് ദേശത്ത് ബെത്പയോറിനെതിരെയുള്ള താഴ്വരയിൽ അടക്കി. ദൈവം മോശയെ അടക്കി. ദൈവം മോശയെ സംസ്കരിച്ചു. മോശയുടെ സംസ്കാര ശുശ്രൂഷ സ്വർഗത്തിൽ ദൈവമാണ് നടത്തിയത്. ദൈവത്തിന് സ്തോത്രം. ദൈവം മോശയെ അടക്കി. എങ്കിലും ഇന്നുവരെയും അവൻ്റെ ശവക്കുഴിയുടെ സ്ഥലം ആരും അറിയുന്നില്ല. ഇന്നുവരെയും അവൻ്റെ ശവക്കുഴിയുടെ സ്ഥലം ആരും അറിയുന്നില്ല. ഭാഗ്യം, ഭാഗ്യം. കാരണം അറിഞ്ഞിരുന്നെങ്കിൽ അവിടെ എന്തെല്ലാം കോലാഹലമായിരുന്നേനെ, എന്തെല്ലാമായിരുന്നു അവിടെ നടക്കുക. ഇതാ ആളുകൾ വന്ന് കൂടുന്നു, പണം വന്ന് കുമിയുന്നു, അവിടെ പണത്തിന് വേണ്ടി തർക്കങ്ങൾ നടക്കുന്നു, പൈസയ്ക്ക് വേണ്ടിയുള്ള വാഗ്വാദങ്ങൾ നടക്കുന്നു. അവിടെ വീഴുന്ന പൈസ അത് ആർക്കാണ് അവകാശപ്പെട്ടത് എന്നുള്ള തർക്കം നടക്കും. ഭാഗ്യമായിപ്പോയി ആ സ്ഥലം ആരും അറിയാത്തത്. സഹോദരങ്ങളെ, നിങ്ങൾക്ക് ചിന്തിക്കാൻ വഴിയുണ്ടെങ്കിൽ ചിന്തിക്കാം. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ സ്ഥലം ആരും അറിയുന്നതുമില്ല. പിന്നെ മോശെ മരിക്കുമ്പോൾ അവന് 120 വയസ്സായിരുന്നു. അവൻ്റെ കണ്ണ് മങ്ങാതെയും
അവൻ്റെ ദേഹബലം ക്ഷയിക്കാതെയും ഇരുന്നു. ഈ 120 വയസ്സായപ്പോഴും കണ്ണ് മങ്ങിയില്ല, ദേഹബലം ക്ഷയിച്ചില്ല. കണ്ണ് മങ്ങാതെയും ദേഹബലം ക്ഷയിക്കാതെയും ഇരുന്നു. ഇസ്രായേൽ മക്കൾ മോശയെക്കുറിച്ച് മോവാബ് സമഭൂമിയിൽ 30 ദിവസം കരഞ്ഞുകൊണ്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം. 30 ദിവസം വിലാപത്തിൻ്റെ ദിവസങ്ങൾ. അത് കഴിഞ്ഞ് ദൈവം യോശുവയെ വിളിച്ചു. ഇനിയും ഈ ജനത്തെ നയിക്കണമല്ലോ, നിത്യനായ ദൈവത്തിന് ഈ ജനത്തെ നയിക്കണമല്ലോ. മോശയുടെ കാലം കഴിഞ്ഞു. മോശ അപ്രത്യക്ഷനായി. മോശ നിത്യത്തിലേക്ക് ചേർക്കപ്പെട്ടു. നിത്യ സൗഭാഗ്യ തീരത്തേക്ക് അണഞ്ഞു. ഇനി ഈ ജനത്തെ നയിക്കണം. ഈ ജനം ഇനിയും മുന്നോട്ട് പോകണം. ഈ യോർദാനാറ് കടക്കണം, കനാനിൽ പ്രവേശിക്കണം. കനാനിലെ ഹിവ്യര്, യബൂസ്യര്, കനാന്യര്, ഫെലിസ്ത്യര്, മിദ്യാന്യര്, അമാലേക്കര്, അമ്മോന്യര് എന്നിങ്ങനെയുള്ളതായ അനേകം പ്രജാതികളുടെ കയ്യിലിരിക്കുന്ന ദേശം കൈവശമാക്കണം. ഇതെല്ലാം നടക്കാനിരിക്കുന്ന കാര്യങ്ങളാണ്. അത് ഇനിയും നടക്കേണ്ട ചില അത്ഭുത കാര്യങ്ങളുണ്ട്. അതിനൊരാൾ വേണം ദൈവത്തിന്. ദൈവം യോശുവയെ വിളിച്ചു. ആ യോശുവയോട് ദൈവം പറയുകയാണ്, വായിക്കാൻ യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യം മുതൽ. എൻ്റെ ദാസനായ മോശെ മരിച്ചു. ആകയാൽ നീയും ഈ ജനമൊക്കെയും പുറപ്പെട്ട് യോർദാനക്കരെ ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്തേക്ക് കടന്നു പോകുവീൻ. നീയും കടന്നു പോകണം, ഈ ജനവും കടന്നു പോകണം. നീ മാത്രം കടന്നു പോയിട്ട് കാര്യമില്ല, ഈ ജനവും കടന്നു പോകണം. തുടങ്ങിയപ്പോൾ 600,000 തുടങ്ങിയത്. എന്നാൽ ഇന്ന് തുടങ്ങിയവരിൽ നിങ്ങൾ 2 പേർ മാത്രമേ ജീവിച്ചിരിപ്പുള്ളൂ. 600,000 പേരിൽ ബാക്കി എല്ലാവരും മരിച്ചു. യോശുവയും കാലേബും ഒഴികെ ബാക്കി എല്ലാവരും മരിച്ചിരിക്കുന്നു. പക്ഷേ ഇന്ന് ജനം ഏറെയേറെ വർദ്ധിച്ചിരിക്കുന്നു. ജനം കൂടുതൽ വർദ്ധിച്ചിരിക്കുന്നു. ഈ ജനത്തെ അപ്പുറത്തേക്ക് കടത്തിക്കൊണ്ട് പോകണം. ഈ ജനത്തിൻ്റെ പിതാക്കന്മാരോട് ഞാൻ ചെയ്ത വാഗ്ദത്തം നിറവേറ്റണം. തലമുറ മാറിപ്പോയാലും എൻ്റെ വാഗ്ദത്തം നിറവേറുകയില്ല. നിത്യനായ ദൈവം പറയുകയാണ്, തലമുറ മാറിപ്പോകും, അപ്പൻ മരിച്ചു പോകും, അമ്മ മരിച്ചു പോകും, പക്ഷേ സ്വർഗത്തെ ദൈവം മരിക്കുകയില്ല. വിശുദ്ധന്മാർ കടന്നു പോകും, പക്ഷേ പരിശുദ്ധാത്മാവ് മരിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, മറക്കരുത്. ദൈവത്തിന് സ്തോത്രം. ഈ ജനം മുന്നോട്ട് പോകേണ്ടതാണ്. ഈ ജനം ഇനിയും അക്കരെ കടക്കേണ്ടതാണ്. ജനം യോർദാൻ കടന്നു പോകേണ്ടവരാണ്. ഈ ജനം മനോഹരമായ പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്ത് എത്തേണ്ടതാണ്. ആ ദേശം കൈവശമാക്കേണ്ടതാണ്. ദൈവം ഒരുക്കിയിരിക്കുന്ന ദേശത്ത് എത്തേണ്ടതാണ്. അതിന് ജനത്തെ അതിലേക്ക് നയിക്കണം. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, നിങ്ങളോട് ഞാൻ സ്നേഹത്തോടെ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ദൈവത്തോട് പറയാൻ പറ്റുമോ? കർത്താവേ, എന്നാലാവത് ഞാൻ ചെയ്തു കൊള്ളാം. നാഥ, നിൻ്റെ വേല ചെയ്യുവാൻ ഞാനിതാ വരുന്നു. നിൻ്റെ വേലക്കാരനാകാൻ ഞാനിതാ വരുന്നു. ഇവിടെ അനേകം കുഞ്ഞുങ്ങളിരിക്കുന്നത് ഞാൻ കാണുന്നു. ഈ കുഞ്ഞുങ്ങൾ ഓരോരുത്തരും ഭാവിയുടെ മോഹന വാഗ്ദാനങ്ങളാണ്. ഈ കുഞ്ഞുങ്ങൾ ഭാവിയുടെ ശോഭന പ്രതീക്ഷകളാണ്. ഈ കുഞ്ഞുങ്ങൾ കർത്താവിന് വേണ്ടി അധ്വാനിക്കേണ്ടവരാണ്. ഈ കുഞ്ഞുങ്ങൾ കർത്താവിന് വേണ്ടി വേലക്കാരാകേണ്ടവരാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവിന് വേണ്ടി അധ്വാനിക്കേണ്ടവരാണ്. 8-ാമത്തെ വയസ്സിൽ ഫാനി ക്രോസ്ബി ഒരു അന്ധയായിപ്പോയിരുന്നു. അന്ധയായ ഫാനി ക്രോസ്ബി 8-ാമത്തെ വയസ്സിൽ കവിത എഴുതി, ഒരു ഗാനം എഴുതി. ആ ഗാനമാണ് നാം ഇന്നും പാടിയത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. 8-ാമത്തെ വയസ്സിൽ എഴുതിയ ഗാനം അത് വിവിധ ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടു. മലയാളത്തിൽ ആ ഗാനം നോക്കുണ്ടായി. എന്തൊരു മനോഹരമായ ഗാനമാണ്. ദൈവത്തിന് സ്തോത്രം. എന്നെ നീ കടന്നു പോകല്ലേ എന്നുള്ള ആ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നുള്ളതായ പ്രാർത്ഥനയുടെ നിലവിളിയാണ് ആ ഗാനത്തിലൂടെ ഉദീകരണം ചെയ്തത്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് സ്നേഹിതരെ, എന്നെ കടന്നു പോകല്ലേ എന്ന് ഫാനി ക്രോസ്ബി 8-ാമത്തെ വയസ്സിൽ എഴുതിയതായ പാട്ട് അത് ഹൃദയങ്ങളെ ഇന്ന് കോളമേൽ കൊള്ളിക്കുന്നു. മനുഷ്യ മനസ്സുകളെ ഇന്ന് ആവേശഭരിതമാക്കുന്നു. നിങ്ങൾ കേൾക്കൂ, നിങ്ങൾ കൊച്ചു കുട്ടികൾ, നിങ്ങൾ എഴുന്നേൽക്കൂ. നിങ്ങൾ ദൈവത്തിന് വേണ്ടി പാടൂ, നിങ്ങൾ ദൈവത്തിന് വേണ്ടി ഓടൂ, നിങ്ങൾ ദൈവത്തിന് വേണ്ടി അധ്വാനിക്കൂ. ക്രിസ്തുവിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ജീവിതം മുഴുവൻ ചെലവഴിക്കൂ. ക്രിസ്തുവിൻ്റെ വേലയ്ക്ക് വേണ്ടി നിങ്ങൾ സമർപ്പിക്കൂ. നിങ്ങൾക്കുള്ള സകലവും യേശു ക്രിസ്തുവിൻ്റെ വേലയ്ക്ക് വേണ്ടി നിങ്ങൾ സമർപ്പിക്കൂ. നിങ്ങൾക്കുള്ളത് എന്തെല്ലാമാണ്? നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ സൗകര്യങ്ങൾ, സാഹചര്യങ്ങളെല്ലാം യേശു ക്രിസ്തുവിന് കൊടുക്കൂ. ദൈവത്തിന് സ്തോത്രം. ഒരു കാര്യം ഉറപ്പാണ്, യേശു ക്രിസ്തുവിന് കൊടുത്താൽ യേശു അത് പൊന്നാക്കി തരും, സംശയിക്കേണ്ട. യേശു ക്രിസ്തുവിന് കൊടുത്താൽ നിങ്ങളുടെ ജീവിതം ശോഭനമാകും, സംശയിക്കേണ്ട. യേശു ക്രിസ്തുവിന് കൊടുത്താൽ നിങ്ങളുടെ ജീവിതം ഭാസുരമാകും, സംശയിക്കേണ്ട. യേശു ക്രിസ്തുവിന് കൊടുത്താൽ നിങ്ങളുടെ ജീവിതം എത്രയും അനുഗ്രഹീതമായി തീരും. നിങ്ങളുടെ ഭാവി ശോഭനമായി തീരും. നിങ്ങളുടെ മക്കളും മക്കളുടെ മക്കളും അനുഗ്രഹീതരായി തീരും. തലമുറയായുള്ള അനുഗ്രഹം
അനുഗ്രഹങ്ങൾ നിങ്ങളുടെ തലമുറയുടെ മേൽ വരികയും നിങ്ങൾ സൗഭാഗ്യശാലികളായി മാറുകയും ചെയ്യും. യേശു ക്രിസ്തുവിന് കൊടുക്കൂ ജീവിതം. ദൈവത്തിന് സ്തോത്രം. ഇന്നായിരിക്കുന്ന ചെറിയ ചുറ്റുപാട് യേശുവിൻ്റെ കൈകളിലേക്ക് കൊടുക്കൂ. ആ ആണിപ്പാടിൽ കരം നീട്ടിക്കൊണ്ട് ഉടയവനെ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നു. യേശുവിനോട് പറയൂ, കർത്താവേ, എൻ്റെ ജീവിതം നിനക്കിതാ തരുന്നു. നിന്നെ തന്നെ നീ എനിക്ക് കുരിശിൽ തന്നു. നിൻ്റെ ആയുസ് നീ കുരിശിൽ തന്നു. എനിക്ക് വേണ്ടി നിൻ്റെ തിരുരക്തം നീ കുരിശിൽ തന്നു. ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഞാനിതാ നിൻ്റെ ആണിപ്പാടിലെ കരങ്ങളിലേക്ക് എൻ്റെ ആയുസ് ഏൽപ്പിച്ചു തരുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കാമോ? അവനിതാ നിങ്ങളുടെ അരികത്ത് നിൽക്കുന്നു. സ്നേഹം നിറഞ്ഞ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു. നാനാദേശങ്ങളിൽ നീ മക്കളെല്ലാം കൂട്ടി വരുത്തിയതിനായി സ്തോത്രം. വിവിധ ദേശങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ വചനം കേൾക്കുന്ന ജനത്തിനായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവേ. എല്ലാവരുടെ മേലിൽ തൃക്കരം വയ്ക്കണമേ. ധൈര്യശാലികളായി എഴുന്നേൽപ്പാൻ ഈ മക്കൾക്കെല്ലാം ഭാഗ്യം നൽകണമേ. ഭയപ്പാടുകൾ മാറ്റണമേ, ഭീതികൾ മാറ്റണമേ, ആശങ്കകൾ മാറ്റണമേ, ഭാവി ശോഭനമാക്കണമേ. നന്മകളാൽ നിറയ്ക്കണോട് രണ്ടാമത്തെ വേണ്ടി ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ രാജകീയ നാമത്തിൽ തന്നെ ആമീൻ. ഹല്ലേലൂയ. ജീവിത പ്രതിസന്ധികളുടെ നീർച്ചുഴിയിൽപ്പെട്ട് നട്ടം തിരിയുന്നവനാണോ നീ? പാപഭാരത്താൽ നിന്റെ മനസ്സ് തളർന്നിരിക്കുകയാണോ? വരൂ, യേശുക്രിസ്തുവിൻ്റെ തിരുവചനത്തിലേക്ക്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ മാത്രം പ്രസംഗിക്കുന്ന ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിൻ്റെ രാജ്യാന്തര സുവിശേഷ മഹായോഗം ഡിസംബർ 27 മുതൽ 31 വരെ കോലഞ്ചേരി ഞാറ്റുംകാലായിൽ ഹിൽ ടോപ്പിൽ വച്ച് നടത്തപ്പെടുമ്പോൾ പ്രത്യാശ നൽകുന്ന ക്രിസ്തുവിൻ്റെ അദൃശ്യകരങ്ങൾ നിന്നെ സ്പർശിക്കട്ടെ. വീണുപോയാൽ നിങ്ങൾ എഴുന്നേൽപ്പിക്കുന്ന കരം. വീണുപോയോ? പേടിക്കണ്ട, അടുത്ത് താങ്ങാൻ യേശുവുണ്ട്. ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിലെ കർത്തൃ ശുശ്രൂഷകർ വിവിധ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നു. ഇപ്പോൾ ദൈവസന്നിധിയിൽ വിശ്രമിക്കുന്ന യശശരീരനായ പ്രൊഫസർ MY യോഹന്നാൻ സാർ ചെയ്ത അനശ്വരമായ വചന ശുശ്രൂഷകളും നിങ്ങൾക്ക് ശ്രവിക്കാം. സഭയുടെയും സമുദായത്തിൻ്റെയും അതിർവരമ്പുകൾക്കതീതമായി നിങ്ങളെ സ്നേഹിക്കുന്ന യേശുവിൻ്റെ വചനത്തിലേക്ക്, ഈ വചനവേദിയിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു.